റഷ്യ ഇന്ത്യക്ക് ചില മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുന്നറിയിപ്പുണ്ടോ? ഉണ്ട്. റഷ്യ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ റഷ്യക്ക് കിട്ടിയിരിക്കും. കാരണം റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇന്ത്യ ഗവൺമെൻറ്റിന് ചില വിവരങ്ങൾ കൊടുത്തിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് സ്പുട്നിക്. സ്പുട്നിക് എന്നാണ് ലോകത്തിലെ ആദ്യത്തെ ഉപഗ്രഹത്തിൻ്റെ പേരാണ്. റഷ്യയാണ്, റഷ്യയല്ല, സോവിയറ്റ് യൂണിയനാണ് വിക്ഷേപിച്ചത്. അവരുടെ ഒഫീഷ്യൽ വാർത്താ ഏജൻസി, നമ്മുടെ PTI, ANI എന്നൊക്കെ പറയുന്ന പോലെ റഷ്യയുടെ ഒഫീഷ്യൽ ഏജൻസിയാണ് സ്പുട്നിക്. സ്പുട്നിക് ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഗവൺമെൻറ്റിനെ, നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക CIA ശ്രമം തുടങ്ങി. ആ പദ്ധതിയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ആ പേരെന്ന് പറയുന്നത് US എംബസി ഇന്ത്യയിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ്. ഇൻഫ്ലുവൻസ് ടു ഇമ്പാക്റ്റ്. ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആഘാതമുണ്ടാക്കുക, ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വാധീനിക്കുക, ഇൻഫ്ലുവൻസ് ചെയ്യുക. ഒരു റിസൾട്ട്, ഒരു ഫലമുണ്ടാവണം, അതിനുവേണ്ടി ചില സ്വാധീനങ്ങൾ ചെലുത്തുക എന്നൊരു പരിപാടി CIA നടപ്പാക്കുന്നു. ആ പരിപാടി ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയും ആ പേരിൽ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ US-ൻ്റെ ഇവിടുത്തെ കോൺസൽ ജനറലിൻ്റെ പേര് ജെന്നിഫർ ലാർസൺ എന്നാണ്. ഒരു ലേഡിയാണ്, വനിതയാണ്. സമീപകാലത്ത് ജെന്നിഫർ ലാർസൻ്റെ ചില ചിത്രങ്ങൾ നമ്മൾ കണ്ടു. അതായത് ആദ്യം ജെന്നിഫർ ലാർസൺ പോയി കണ്ടത് ഇന്ത്യയിലെ തീവ്ര മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ആളായ ഒവൈസിയാണ്. ഒവൈസിയെ പോയി കണ്ടു. ഒവൈസിയുമായി ദീർഘമായി ചർച്ചകൾ നടത്തി. അത് അപ്പോൾ തന്നെ ഇതെന്താണ് ഒവൈസിയെ പോയി കാണുന്നത്? ഒരു അമേരിക്ക ഈ പറയുന്ന പോലെ പലസ്തീൻ അനുകൂലമായി പ്രസ്താവനകളൊക്കെ ഇറക്കുമെങ്കിലും പലസ്തീനെ മുടിക്കാൻ നിൽക്കുന്ന ഇസ്രയേലിനെ സഹായിക്കുന്നവരാണ്. അമേരിക്കയിൽ പോലും ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയുള്ള ചില നിലപാടുകൾ അമേരിക്കയുണ്ട്. മുസ്ലിം പേരുള്ള ആളുകൾ അങ്ങോട്ട് ചെന്ന് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയെ പോലും അവിടെ അമേരിക്കയിലേക്ക് എത്തപ്പോഴത്തേക്ക് അവർ ഭയങ്കര പരിശോധന നടത്തിയാണ്. കമൽഹാസനൊക്കെ തുണി കഴിച്ചാൽ പരിശോധിച്ചത്. ഷാറൂഖ് ഖാന് പ്രശ്നമുണ്ടായി. അപ്പോൾ അങ്ങനെ മുസ്ലിങ്ങളോട് അത്ര അനുകൂലമായ നിലപാടല്ല സുരക്ഷാ കാരണങ്ങളാൽ അമേരിക്ക സ്വീകരിക്കുന്നത്. എന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഈ അമേരിക്കയിലെ കോൺസൽ ജനറൽ ജെന്നിഫർ ലാർസൺ പോയി കാണുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാവ്. ഇന്ത്യയിൽ വലിയ സ്വാധീനമൊന്നുമില്ല, ഹൈദരാബാദിലും ചുറ്റുവട്ടത്തിലും. മുസ്ലിങ്ങൾക്ക് പോലും ഇയാളുടെ വലിയ താല്പര്യമില്ല. കാരണം ഇയാൾ മോദിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നിൽക്കുന്ന ആളെന്നാണ് പറയുന്നത്. പക്ഷേ ഇയാളാണ് പറഞ്ഞത് 1 മണിക്കൂർ നേരത്തേക്ക് ഇന്ത്യൻ പട്ടാളവും പോലീസും മാറി നിന്നാൽ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും കശാപ്പ് ചെയ്യും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും ഇവിടെ തലയും പൊക്കി പിടിച്ച് നടക്കാൻ കഴിയുന്ന ആളാണ് അയാൾ. അയാളെ പോയി കാണുന്നു. അയാൾ അതിനുശേഷം ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഇന്ത്യക്കെതിരെ ഇറക്കുന്നു. അത് കഴിഞ്ഞു പോയി. ഈ കഴിഞ്ഞ മാസം ഉണ്ടായതാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസം ഈ ജെന്നിഫർ ലാർസൺ പോയി കണ്ടിരിക്കുന്ന ആരെയെന്നറിയോ? ചന്ദ്രബാബു നായിഡുവിനെയാണ്. ചന്ദ്രബാബു നായിഡു ഇപ്പോൾ NDA ഘടകകക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 16 സീറ്റുകളുണ്ട്. BJP സർക്കാരിനെ അല്ലെങ്കിൽ മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. നിതീഷിൻ്റെ പാർട്ടിയേക്കാൾ കൂടുതൽ MP മാരുണ്ട്. നിതീഷിന് 12ഉം നായിഡുവിന് 16 MP മാരുണ്ട്. അപ്പോൾ ഇവരെ കണ്ടിട്ട് എന്ത് ഇൻഫ്ലുവൻസ് ഒരാളെ കാണുന്നത് തൻ്റെ ബന്ധം ഉറപ്പിക്കാനും തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുമാണ് നിശ്ചയമായിട്ടും ഇവരെയൊക്കെ കാണുന്നത്. ഓരോരുത്തരെയും നമ്മളൊരാളെ പോയി കാണുന്നതിനാണ് നമ്മുടെ ബന്ധം ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. ബന്ധം ഉറപ്പിക്കുക വഴി നമുക്ക് ചില ലക്ഷ്യങ്ങൾ നേടാനുണ്ടാവും. അത് പരസ്യമായി CIA ഉണ്ടാക്കി വെച്ച മുദ്രാവാക്യം പരസ്യമായി നടപ്പാക്കുന്ന അമേരിക്കൻ എംബസി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിനാളെ കാണുന്നു. ടു ഇമ്പാക്റ്റ്. എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? ഒവൈസിയിലൂടെ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണ്? അത് ഉറപ്പായും ഇന്ത്യ വിരുദ്ധമായിരിക്കും, ഹിന്ദു വിരുദ്ധമായിരിക്കും, മോദി വിരുദ്ധമായിരിക്കും, BJP വിരുദ്ധമായിരിക്കും. അതിന് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടി ജെന്നിഫർ ലാർസൺ ഒവൈസിയെ കാണുന്നു. അതേ ആൾ തന്നെ ഈ കോൺസൽ ജനറൽ ചന്ദ്രബാബു നായിഡുവിനെ കാണുന്നു. എന്തായിരിക്കും? ഈ ഒവൈസിയെ കണ്ടത് ഇന്ത്യ വിരുദ്ധമായ, മോദി വിരുദ്ധമായ നിലപാടുണ്ടാക്കാനാണെങ്കിൽ തീർച്ചയായും ചന്ദ്രബാബു നായിഡുവിനെ കാണുന്നത് അതിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ സ്പുട്നിക് പറയുന്നു അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. US-ലെ സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ച്, അവർക്ക് ഇന്ത്യയിൽ വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് ആന്ധ്രയിലും തെലുങ്കാനയിലും ബാപ്റ്റിസ്റ്റ് ചർച്ചിന് വലിയ കാര്യമായ സ്വാധീനമുണ്ട്. അപ്പോൾ ജെന്നിഫർ ലാർസൺ വഴി ചന്ദ്രബാബു നായിഡു അമേരിക്കയിലെ സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ ഒരു മെസ്സേജുമായിട്ടാണ് ചന്ദ്രബാബു നായിഡുവിനെ കാണുന്നത്. ആന്ധ്രയിലെ വിശേഷിച്ച് ആന്ധ്രയിലെ പിന്നെ
വ്യാപകമായി ഇന്ത്യയിലാകെയുള്ള ബാപ്റ്റിസ്റ്റ് ചർച്ചുകൾ വഴി മോദിക്കെതിരെ ഒരു നിലപാടെടുക്കുക. ബാപ്റ്റിസ്റ്റ് ചർച്ചുകളുടെ താല്പര്യം ചന്ദ്രബാബു നായിഡു ഇന്ത്യയിൽ നിൽക്കുന്നതല്ല എന്ന മെസ്സേജ് കൊടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നാണ് സ്പുട്നിക് പറയുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ, മോദിയെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാൻ CIA നേരിട്ട് കളി തുടങ്ങി. ഇനി നോക്കൂ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അമേരിക്കൻ ജോയിൻറ്റ് സെക്രട്ടറി ഡൊണാൾഡ് ലൂ ഇന്ത്യയിൽ വന്നു. സാധാരണ അമേരിക്കൻ സെക്രട്ടറിമാരൊക്കെ, അമേരിക്കയിലൊക്കെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അവിടുത്തെ മന്ത്രിമാർ തന്നെയാണ്. നമ്മുടെ ഇവിടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മന്ത്രിമാരുടെ കീഴിലുള്ള സിവിൽ സർവീസ് ഓഫീസർമാരാണ്. പക്ഷേ അമേരിക്കയിൽ എങ്ങനെയല്ല, പ്രസിഡന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ മന്ത്രിമാരൊന്നുമില്ലല്ലോ, പ്രസിഡന്റ് അല്ലാതെ. സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു മിനിസ്റ്റർ. അങ്ങനെയുള്ള ഒരു നയതന്ത്ര പദവിയുള്ള, ഡിപ്ലോമാറ്റിക് പദവിയുള്ള ഒരാൾ ഇന്ത്യയിൽ വരുമ്പോൾ ന്യൂഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് വന്ന് അവിടെയുള്ള ആളുകളെ കാണുകയാണ് വേണ്ടത്. പക്ഷേ ഡൊണാൾഡ് ലൂ US നിന്ന് പറന്നിറങ്ങിയത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ നിന്ന് പോയി കണ്ടത് സ്റ്റാലിനെയാണ്. സ്റ്റാലിൻ നിലവിലിപ്പോൾ മോദി വിരുദ്ധ, BJP വിരുദ്ധ ശക്തികളുടെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സാണ്. അവിടെ പോയി സ്റ്റാലിനെ കാണുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സ്റ്റാലിനെ കാണുന്നു, സ്റ്റാലിനുമായിട്ട് ചർച്ച ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? സൗത്ത് ഇന്ത്യയുമായി അമേരിക്കയ്ക്കുള്ള ബന്ധം ശക്തിപ്പെടുത്തുക. സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്, അങ്ങനെ സൗത്ത് ഇന്ത്യയായിട്ട് നേരിട്ട് അമേരിക്കയ്ക്ക് ബന്ധം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു സ്റ്റേറ്റുമായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അതൊക്കെ ത്രൂ ഇന്ത്യ ഗവൺമെൻറ് പ്രോപ്പർ ചാനലേ പറ്റുള്ളൂ. അതും സംഭവിച്ചു. അപ്പോൾ അമേരിക്കയുടെ പ്രധാനപ്പെട്ട നയതന്ത്ര ഉദ്യോഗസ്ഥരും മന്ത്രിമാർക്ക് തുല്യമായ പദവി വഹിക്കുന്ന ആളുകളും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളെ പരസ്യമായി വന്ന് കാണുന്നു, അവരുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു. ഇന്ത്യക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഈ രാജ്യത്ത് വരുന്ന ആളുകൾക്ക് എനിക്കൊരാളെ കാണണമെന്ന് നിങ്ങൾ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെ ഹോസ്റ്റൈലായിട്ട് ബാധിക്കും. ഇപ്പോൾ നോക്കൂ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി US പോകാൻ പോവുക. 10 ദിവസത്തോളം അവിടെ ഉണ്ട്. ഇതിനു മുമ്പ് US പോയപ്പം ഈ ഡൊണാൾഡ് ലൂവായി വൈറ്റ് ഹൗസിൽ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. എന്താണ് സംസാരിച്ചതെന്ന് അറിയില്ല, ഇലക്ഷന് മുമ്പായിരുന്നു. ഇപ്പോൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇവിടെ ചില താല്പര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യ വിരുദ്ധമായ അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത നിലപാടുകൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, മുൻകാലങ്ങളിൽ ട്രംപിനോടുണ്ടാക്കിയ ഒരു സൗഹൃദം, അത് ബൈഡൻ സർക്കാരിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നടന്ന പോലെ തന്നെ ട്രംപിനെ പരാജയപ്പെടുത്താൻ ഈ പോസ്റ്റൽ വോട്ട് വഴിയൊക്കെ എണ്ണിത്തോപ്പിച്ചതാണ് എന്ന് ട്രംപ് ക്യാമ്പ് ഇപ്പോഴും പറയുന്നുണ്ട്. ട്രംപ് തൻ്റെ പരാജയം അന്ന് അംഗീകരിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കൂ, ഈ യൂറോപ്പിലാകെ യുദ്ധം നടക്കുന്നത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. ഇന്ത്യ എന്ത് ചെയ്തു? അമേരിക്കയുടെ തീട്ടൂരങ്ങളെ ലംഘിച്ചുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതും കറൻസിയിൽ വാങ്ങുന്നു. അമേരിക്കൻ ഡോളറിന് വലിയ ആഘാതമുണ്ടാകുന്നു. ഡോളറിനെ തൊട്ട് കളിച്ചവരൊന്നും അമേരിക്ക ഒരു കാലത്തും വിട്ടിട്ടില്ല. അതുകൊണ്ട് ജോർജ് സോറോസ് പോലെയുള്ള ആളുകൾ അമേരിക്കയിൽ നിന്നിട്ട് ഇന്ത്യ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ, മോദി അധികാരത്തിൽ വരാതിരിക്കാൻ എന്ത് കാര്യങ്ങളും ചെയ്യും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ഇവിടുന്ന് വരുന്ന CIA അമേരിക്കയെ CIA വഴി അമേരിക്ക ഇന്ത്യ സർക്കാരിനെ, മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന മുന്നറിയിപ്പ് സ്പുട്നിക് പറയുന്നത്. സ്പുട്നിക് അത് പരസ്യമായി അവരുടെ വാർത്താ ഏജൻസിയാണ് ലോകത്തോട് പറയാമെന്നുണ്ടെങ്കിൽ അതിന് എത്രയോ മുമ്പ് റഷ്യയിൽ നിന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കയുടെ ഇടപെടലുകളെ സംബന്ധിച്ച് ഇന്ത്യ സർക്കാരിന് കിട്ടിയിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ ഏജൻസികളും ഇത് നേരത്തെ പലതവണ സൂചിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതായത് വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ ഇടപെടൽ എങ്ങനെയാണ്? പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വവുമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് ബന്ധപ്പെടുന്നു. ഇവിടുത്തെ ചില യൂട്യൂബർമാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടുത്തെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾക്ക് അമേരിക്ക സമ്മാനങ്ങൾ നൽകുന്നു, ആദരവ് നൽകുന്നു, അമേരിക്കയെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ സമീപകാലത്ത് നടന്നതാണ്. ഇതൊക്കെ വാർത്തയാണ്. നമ്മുടെ മാധ്യമങ്ങളൊന്നും വരുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്നവർക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാര്യമായി ഇടപെടാനും ഒക്കെ അമേരിക്ക പരസ്യമായി ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഇപ്പോൾ നമ്മൾ നോക്കൂ, കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. നമ്മൾ നോക്കും, മമതാ സർക്കാരിനെതിരെയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് മമത ഇറങ്ങി ഒരു പ്രകടനം നടത്തി, ഉടനെ അറസ്റ്റ് ചെയ്യണം. ഇന്നലെ കപിൽ സിബൽ കോടതിയിൽ ചോദിച്ചു, കേസ് അന്വേഷണം CBI ഏറ്റെടുത്തിട്ട് 7 ദിവസമായല്ലോ, എന്ത് സംഭവിച്ചു ഇതുവരെ? ഇന്ന് മമത ഒരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. TMCയുടെ ആവശ്യം കേന്ദ്ര സർക്കാരിന് നരേന്ദ്രമോദിക്ക് ഒരു കത്തയച്ചിരിക്കുന്നു. ബലാത്സംഗ കേസുകളിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ കിട്ടണം. അതിനുവേണ്ടി ബലാത്സംഗ കേസുകളിൽ വധശിക്ഷ കൊണ്ടുവരുന്ന നിയമം കൊണ്ടുവന്ന് മോദിയുടെ കാലത്ത്. പക്ഷേ 15 ദിവസത്തിനാവും വിചാരണ പൂർത്തിയാക്കി കുറ്റവാളികളെ ശിക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ നിയമനിർമ്മാണം വേണം എന്ന് മമതയുടെ ഒരു കത്ത്
ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് പോയിട്ടുണ്ട്. 15 ദിവസം അല്ലെങ്കിൽ ഒരുപക്ഷെ 15 ദിവസം അല്ല 30 ദിവസം കൊണ്ട് ട്രയൽ പൂർത്തിയാക്കി ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ പറയുന്നത് നല്ലതാണ്. സ്പീഡി ജസ്റ്റിസ് എന്ന് പറയുന്നത് വളരെ നല്ലത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണെന്നറിയില്ല. വളരെ പെട്ടെന്ന് നമ്മളറിയില്ല. ഇന്നലെ നമ്മൾ അജ്മീർ പീഡന കേസിനെ കുറിച്ച് പറഞ്ഞു. 250 ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കോൺഗ്രസ്സുകാരും മതസംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകൾ പീഡിപ്പിച്ച കേസിൻ്റെ വിധി വരുന്നത്, താഴെ കോടതിയിൽ വിധി വരുന്നത് 32 വർഷം ശേഷമാണ്. അത് നമ്മുടെ നാട്ടിൽ നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് അത്യാവശ്യം കുറച്ച് പേരെങ്കിലും അറിയും. ഇനിയും അറിയാത്തവരാണ് ബഹുഭൂരിഷം. കാരണം ഒരു വാർത്താ മാധ്യമങ്ങളിലും വാർത്ത വന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് 32 വർഷം വരെ പീഡന കേസുകളിൽ പ്രതികളെ ശിക്ഷിക്കപ്പെടാൻ സമയമെടുക്കുന്നുണ്ട്. അത് മാറ്റി സ്പീഡി ട്രയൽ വളരെ പെട്ടെന്ന് ശിക്ഷ വരുന്നത്, അതിനാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയൊക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ പോലും അതിൻ്റെയും വേഗത പോരാ എന്ന അഭിപ്രായം ശരിയാണ്. പക്ഷേ ഇപ്പോൾ മമതയ്ക്കെതിരെ നടക്കുന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം, ജനകീയ രോക്ഷം പതുക്കെ വളരെ പെട്ടെന്ന് ഫോക്കസ് ചെയ്ത് കേന്ദ്ര സർക്കാരിനെതിരെ മാറ്റാനുള്ള സാധ്യത ഇല്ലാതെ വരില്ല. കാരണം ഇപ്പോൾ മമത ഇങ്ങനൊരു ആവശ്യം വെക്കുന്നു, ഇനി അതിവേഗത്തിൽ വിചാരണകൾ ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നാട് മുഴുവൻ സമരം ചെയ്യാം, വലിയ പ്രക്ഷോഭം ആരംഭിക്കാം. വെറുതെ ഇരിക്കുന്ന മോദിക്കെതിരെ തിരിക്കാൻ ഒരു ഗണ്ണ്. കാരണം 15 ദിവസം കൊണ്ടൊരു വിചാരണ പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്രായോഗികമാണ്. ഒരു റേപ്പ് കേസിലോ മർഡർ കേസിലോ 15 ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി ശിക്ഷിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ഈ ശരീഅത്ത് നിയമം പോലെ ചോദ്യം പറച്ചിലൊന്നും അവിടെ ഇവിടെ മുറിച്ച് കളയുന്ന പരിപാടി നടപ്പാക്കേണ്ടി വരും. ചോദ്യം പറച്ചിലൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ പോകണം. ശിക്ഷിച്ച് കഴിഞ്ഞാൽ അപ്പീലുണ്ട്, ഇതിനുള്ള വ്യവസ്ഥ. അല്ലെങ്കിൽ അപ്പീലൊന്നും വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇപ്പോൾ ഒരു തെളിവെടുപ്പ് തന്നെ എത്ര സമയം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അപ്രായോഗികമായ കാര്യങ്ങൾ വെച്ചിട്ട് മമത ഇപ്പോൾ ഒരു കത്തയച്ചിരിക്കുക. ഈ കത്തിൻ്റെ ആവശ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി മമത ഒരു സമരം ആരംഭിക്കുന്ന കാലവും ദൂരെയല്ല. അപ്പോൾ വരുന്ന പ്രക്ഷോഭങ്ങളെയൊക്കെ ആളിക്കത്തിച്ച് അത് നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ചാനലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എല്ലാം ഭദ്രമാണ് എന്ന് കരുതുന്നത് അത്ര സേഫായ കാലമല്ല. രാജ്യവിരുദ്ധമായ ശക്തികൾ, ഇന്ത്യ വിരുദ്ധരായ ആളുകൾ, ഇന്ത്യയെ ശിഥിലീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇഷ്ടപ്പെടാത്തവർ, ഇന്ത്യ ഒരു ലോക നേതാവായി മാറുന്നതിനെ ഇഷ്ടപ്പെടാത്തതും അംഗീകരിക്കാത്തവരും അസൂയക്കാരുമായ ആളുകളൊക്കെ ഇതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ പരസ്യമായി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ചില ആളുകൾ നമ്മുടെ ഫ്ലോറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മോദി എന്ത് ചെയ്തിട്ടുണ്ട്, മോദിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മോദി ഒന്നും ചെയ്തില്ല എന്ന്. ഇത്തരം വാദങ്ങൾ നമ്മളും അത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോറിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. വൈകാരിക ക്ഷോഭം കൊണ്ട് TG ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അപകടം ചെയ്യും. നമ്മൾ അതിൽ റിയലൈസ് ചെയ്യണം. കാരണം ഇത്തരം ശക്തികൾ നോക്കിയിരിക്കുകയാണ്. ഈ ദേശീയവാദികൾക്കിടയിൽ ഉണ്ടാകുന്ന നിരാശ, പ്രതിഷേധം, എതിർപ്പ്, അതിനെ കൂടെ ചാനലൈസ് ചെയ്തിട്ട് ഈ മോദി വിരുദ്ധത എന്ന് പറയുന്ന മോദിയോടുള്ള വിരോധമല്ല, രാജ്യത്തിനോടുള്ള വിരോധമാണ്. അതിനെ ആളിക്കത്തിക്കാനും അട്ടിമറിക്കാനും അമേരിക്ക ശ്രമിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് സ്പുട്നിക് ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അത് നമ്മൾ വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല. റഷ്യ പോലെ ഒരു രാജ്യം, എക്കാലത്തും ഇന്ത്യയെ നിർണായക ഘട്ടങ്ങളിലൊക്കെ സഹായിച്ചിട്ടുള്ള റഷ്യ, അവരുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയിലൂടെ CIA മോദിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ ആഴമുണ്ട്, വലിയ പരപ്പുണ്ട്, വലിയ വിശ്വാസ്യതയുണ്ട്. ഒരുപാട് ജാഗ്രത വേണ്ടുന്ന സമയമാണ്. ഒട്ടും കുറച്ച് കാണാൻ പാടില്ല. അതെ. പക്ഷേ പതിവ് പോലെ റഷ്യൻ വാർത്താ ഏജൻസി ഇങ്ങനെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ CIA പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞ വാർത്ത ഈ നിമിഷം വരെ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല, ഒരിക്കലും വരാനും പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.